നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. മേഖലയിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നത് പോലീസിന് വെല്ലുവിളിയായി മാറി. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാത്ത സംഭവത്തിൽ ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും പരിശീലനവും ബോധവൽക്കരണവും നൽകണമെന്ന് ജില്ലാ കളക്ടർ. RTOയ്ക്കാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. വാഹനത്തിൽ കടത്തുകയായിരുന്ന കാട്ടുപന്നിയുമായി രണ്ടുപേരെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. മുപ്ലിയം സ്വദേശികളായ സന്തോഷ്, ഹരിദാസ് എന്നിവരാണ് പിടിയിലായത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഭക്തർക്ക് ഇനി പ്രത്യേക സൌകര്യം. സ്ലോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സേവനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. ഇതോടെ മേഖലയിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നത് പോലീസിന് വെല്ലുവിളിയായി മാറി. നഗരത്തിലെ പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്യാമറയും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഇത് നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നതിൽ പോലീസിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. നിലവിൽ പോലീസിന് ആശ്രയം സ്വകാര്യ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ക്യാമറകളാണ്. ഇതിനായി സ്ഥാപനങ്ങളിലും വീടുകളിലും കയറിയിറങ്ങിയ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ഗതികേടിലാണ് പോലീസ്. മുൻ MLA KV അബ്ദുൽ ഖാദറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ക്യാമറകൾ സ്ഥാപിക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ക്യാമറകളെല്ലാം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ച് ക്ഷേത്രത്തിന് ചുറ്റുഭാഗത്തും ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇതിൽ ഭൂരിഭാഗവും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. അടുത്ത കാലത്ത് 2 കൊലപാതകങ്ങളാണ് ഗുരുവായൂരിൽ നടന്നത്. ഇതുകൂടാതെ നിരവധി മോഷണങ്ങളും അടിപിടികളും വേറെയുമുണ്ട്. കൊലപാതക കേസുകളിൽ മരിച്ചവരും പ്രതികളും തെരുവിൽ കഴിഞ്ഞവരാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾ ഗുരുവായൂരിലെത്തി താവളമാക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. സുരക്ഷാ ക്യാമറകൾ പുനഃസ്ഥാപിച്ചാൽ ഇത്തരക്കാരെ കണ്ടെത്താൻ എളുപ്പമാണ്. ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കാൻ നഗരസഭ, ദേവസ്വം, സർക്കാർ എന്നിവരുടെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. സ്വകാര്യ ബസ്സുകൾ വിദ്യാർത്ഥികളെ കയറ്റാത്ത സംഭവത്തിൽ ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും പരിശീലനവും ബോധവൽക്കരണവും നൽകണമെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. RTOയ്ക്കാണ് ജില്ലാ വികസന സമിതി യോഗത്തിൽ വെച്ച് കളക്ടർ നിർദ്ദേശം നൽകിയത്. കുട്ടികളെ കയറ്റാത്ത ബസ് കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും RTO അറിയിച്ചു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തത് സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ ഇടപെടൽ. ചേലക്കര കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പരിസരത്ത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന കല്ലുകൾ നിലകൊള്ളുന്ന സ്ഥലത്ത് പരിശോധന നടത്താൻ ജിയോളജിസ്റ്റിന് കളക്ടർ നിർദ്ദേശം നൽകി. വാഹനത്തിൽ കടത്തുകയായിരുന്ന കാട്ടുപന്നിയുമായി രണ്ടുപേരെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. മുപ്ലിയം സ്വദേശികളായ സന്തോഷ്, ഹരിദാസ് എന്നിവരാണ് പിടിയിലായത്. ബൈക്ക് യാത്രികൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി ASI ജിജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരുത്തിപ്രയിൽ വെച്ച് വാഹനത്തിന് കൈ കാണിച്ചെങ്കിലും നിർത്താതെ പോയി. പിന്നീട് ഓട്ടുപാറ മാരാത്തുകുന്ന് റോഡിന് സമീപത്ത് നിന്ന് പിടികൂടുകയായിരുന്നു. 200 കിലോയിൽ അധികം തൂക്കം വരുന്ന കാട്ടുപന്നിയാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഭക്തർക്ക് ഇനി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സൌകര്യപ്രദമായ സ്ലോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സേവനം ആരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ദർശനത്തിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ ഭരണസമിതി തീരുമാനിച്ചത്. ഓഗസ്റ്റ് 4 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടപ്പിലാക്കുന്നത്. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇതിനായി ബുക്ക് ചെയ്യേണ്ടത്. ബുക്കിംഗ് നടത്തിയതിന്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്തതും ആധാർ കാർഡുമായി ക്ഷേത്രനടയിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരെ കാണിക്കണം. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ചെയ്തവർക്ക് പ്രത്യേക വരി സംവിധാനം ഉണ്ടായിരിക്കും. രാവിലെ 7 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് ദർശന സമയം അനുവദിച്ചിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും 300 പേർക്കാണ് ദർശനം. ഓരോ സ്ലോട്ടിലും 6 പേർക്ക് വരെ ബുക്ക് ചെയ്യാം. ഈ സേവനം വഴി ദിവസവും 2400 പേർക്ക് ദർശനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. TCV ഗുരുവായൂർ. ഡൽഹിയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർകോട് പള്ളിക്കര ബിലാൽ നഗറിൽ അറഫ വില്ലയിൽ
മുഹമ്മദ് തൻസീറിനെയാണ് SHO വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. താമരയൂർ നന്ദനം ഹെറിറ്റേജിൽ ഒല്ലൂക്കാരൻ ഫെലിക്സ് ആന്റണിയുടെ പരാതിയിലാണ് അറസ്റ്റ്. 2024 കേസിനാസ്പദമായ സംഭവം. കുറഞ്ഞ വിലയിൽ 3 ഇന്നോവ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 22 ലക്ഷം രൂപയാണ് തൻസീർ ഫെലിക്സ് ആന്റണിയിൽ നിന്ന് കൈക്കലാക്കിയത്. തുടർന്ന് ഒരു കാർ മാത്രം നൽകി മുങ്ങുകയായിരുന്നു. ഇയാൾക്കെതിരെ സമാന രീതിയിൽ നിരവധി പരാതികളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർകോട് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. SIമാരായ CK ഷാജു, MB പ്രേമൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസ് പോൾ, ജോമോൻലാൽ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ വാഹനാപകടത്തിൽ മലയാളി നഴ്സ് മരിച്ചു. ചാലക്കുടി മുരിങ്ങൂർ കുറുമ്പാലിയക്കാരൻ ശരത്തിന്റെ ഭാര്യ 30 വയസ്സുള്ള അൻമേരി ജോയിയാണ് മരിച്ചത്. അപകടത്തിന്റെ ആഘാതത്തിൽ പ്രത്യേകാവസ്ഥയിലായ ശരത്ത് ആശുപത്രിയിലാണ്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. KCB ചാലക്കുടി ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന ജോസും ഭാര്യ ബേബിയും മകനോടൊപ്പം ഓസ്ട്രേലിയയായിരുന്നു താമസം. തെരുവുനായ വിഷയത്തിൽ നടത്തറ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിത്ത് ചാക്കോ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. നടത്തറയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്നും അടാട്ട് പഞ്ചായത്ത് നടപ്പിലാക്കിയ മോഡൽ പദ്ധതി നടത്തറ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയത്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് തെരുവുനായ വിഷയത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് ജിത്ത് ചാക്കോ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് മെമ്പർമാരായ ജോയ്സൺ അച്ചാണ്ടി, VA കൃഷ്ണൻ, ഷെർലി മോഹൻ, സന്ധ്യ ശിവദാസ്, സാബു വലിയപറമ്പിൽ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. കോടശ്ശേരി കുറ്റിച്ചിറയിൽ 4 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. പുളിക്കൻ വീട്ടിൽ രാഖി, ദേവർഷ്, കൂനപ്പള്ളി മല്ലിക, മൂദ്രക്കണ്ണി സ്വദേശി മറിയാമ്മ എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ആളുകളെ കടിച്ച നായ ചത്ത നിലയിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് 13-ാം വാർഡിലെ എല്ലാ വീടുകളിലെയും വളർത്തുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തി. കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ അക്കൌണ്ടിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാർച്ച് നടത്തി. വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയുടെ ബാങ്ക് അക്കൌണ്ടിൽ 21,50,000 രൂപ കണ്ടെത്തിയ സാഹചര്യത്തിൽ നഗരസഭാ സെക്രട്ടറി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പ്രതിഷേധയോഗം DCC ജനറൽ സെക്രട്ടറി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് ഹമീദ്, DCC ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ബാബു, CI ഇട്ടി മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കുന്നംകുളം നഗരസഭാ കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, റോഷിത് ഒഡാട്ട്, മിനി മോൻസി തുടങ്ങിയവർ പങ്കെടുത്തു. അക്കൗണ്ടിൽ കിടന്നിരുന്നതായ പണം മുഴുവൻ ഏത് രീതിയിലുള്ള കളവുകളാണ് നടന്നത്? ഭീകരമായ കളവുകളെ കുറിച്ച് നമുക്കറിയാം. ഗുരുവായൂരിൽ ഗതാഗത തടസ്സവും കാൽനടയാത്രക്കാരുടെ സുരക്ഷാ ഭീഷണിയും സൃഷ്ടിച്ച അനധികൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡിനെതിരെ ടെമ്പിൾ പോലീസ് നടപടി സ്വീകരിച്ചു. പന്തായിൽ ക്ഷേത്രത്തിന് മുന്നിലാണ് അനുമതിയില്ലാതെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. അപകടകരമായ വിധത്തിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഓട്ടോറിക്ഷകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗതാഗതക്കുരുക്കിനും കാൽനടക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഈ ഭാഗത്തെ അനധികൃത പാർക്കിംഗ്. ഇതിനെതിരെ വ്യാപക പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി കർശനമാക്കിയത്. 10ഓളം ഓട്ടോറിക്ഷകളിൽ നിന്ന് പോലീസ് പിഴ ഈടാക്കിയിട്ടുണ്ട്. പരിശോധന തുടരുമെന്നും നിയമലംഘനം നടത്തുന്ന ഓട്ടോറിക്ഷകൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കുമെന്നും ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ SHO വിനോദ് വലിയാട്ടൂർ അറിയിച്ചു. കാഞ്ഞാണി ജംഗ്ഷനിൽ കാറും വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന പൊന്നാനി സ്വദേശികളായ 2 പേർക്കും മിൽക്ക് വാൻ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. ഏനാമാവ് ഭാഗത്തു നിന്ന് വന്ന കാർ വാടാനപ്പള്ളി ഭാഗത്തു നിന്നും പാലുമായി വന്ന വാനുമായാണ് കൂട്ടിയിടിച്ചത്. കഴിഞ്ഞ 3 മാസത്തിനകം 10-ലധികം വാഹനാപകടങ്ങളാണ് ഇവിടെ നടന്നത്. കാഞ്ഞാണി ജംഗ്ഷനിൽ മുന്നറിയിപ്പ് ബോർഡില്ലാത്തതാണ് അപകടത്തിന് കാരണമാകുന്നതെന്നാണ് ആക്ഷേപം. അപകടങ്ങൾ പെരുകിയതോടെ ആഴ്ചകൾക്ക് മുൻപ് മണലൂർ പഞ്ചായത്ത് മുൻകൈയെടുത്ത് പോലീസ്, പൊതുമരാമത്ത് വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ സംയുക്ത യോഗം ചേർന്നെങ്കിലും തുടർ നടപടികളൊന്നുണ്ടായില്ല. പ്രശ്നത്തിൽ MLA ഇടപെട്ട് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിലാദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella.
French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. സ്കിന്നിന്റെ കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT. 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT. One platform. 32 OTTs. വാർത്തയിലേക്ക്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളിൽ പ്രതിഷേധിച്ച് നടത്തറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നടത്തറ കണ്ണാറ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ജലനിധിയുടെ പൈപ്പിന് മുകളിലൂടെയുള്ള കാന നിർമ്മാണത്തിനെതിരെയും ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറക്കാൻ സാധിക്കാത്ത അംഗൻവാടി നിർമ്മാണത്തിനെതിരെയുമായിരുന്നു പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി TM രാജീവ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ES അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ, DCC സെക്രട്ടറി ML ബേബി, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിത്ത് ചാക്കോ, ബ്ലോക്ക് മെമ്പർ ബിന്ദു കാട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ തേങ്ങ പറിക്കുന്നതിനിടെ തെങ്ങിൽ കുടുങ്ങിയയാൾക്ക് അഗ്നിരക്ഷാസേന രക്ഷകരായി. 45 അടി ഉയരമുള്ള തെങ്ങിൽ കുടുങ്ങിയ കരയാമ്പാടം സ്വദേശി സുമേഷിനെയാണ് പുതുക്കാട് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ താഴെയിറക്കിയത്. പള്ളിക്കുന്ന് നിലാപ്പറമ്പിൽ പൌലോസിന്റെ പറമ്പിൽ യന്ത്രം ഉപയോഗിച്ച് തേങ്ങ പറിക്കുന്നതിനിടെ ഷുഗർ കുറഞ്ഞതിനെ തുടർന്ന് സുമേഷ് ബോധരഹിതനാവുകയായിരുന്നു. തുടർന്ന് പുതുക്കാട് അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ജോജി വർഗീസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. തേങ്ങ പറിക്കുന്ന യന്ത്രത്തിൽ തളർന്നുകിടന്ന സുമേഷിനെ ബോഡി ഹാൻസറിൽ ഇരുത്തി കയർ കെട്ടിയിറക്കുകയായിരുന്നു. ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ TH വിഷ്ണു, VS ശ്രീജിത്ത് എന്നിവർ സുരേഷിനെ താഴെയിറക്കി. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് BVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും ഉച്ചഭക്ഷണ പാചകത്തിനായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മോഷ്ടിച്ച കേസിൽ ഒരാളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി സ്വദേശി കമറൂളാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 3 ആയി. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോതപ്പറമ്പ് BVUP സ്കൂളിൽ സ്റ്റോർ റൂമിന്റെയും അടുക്കളയുടെയും പൂട്ട് പൊളിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. ഏകദേശം 1 ലക്ഷം രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് മോഷണം പോയത്. കേസിൽ 1-ാം പ്രതി അസം സ്വദേശി താജുദ്ദീൻ, 2-ാം പ്രതി ഇക്രമുൾ ഇസ്ലാം എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മതിലകം പോലീസ് സ്റ്റേഷൻ SI നസിയ M ഷാഹിബ്, SI സജീവ്, SI രാജി, ASI പ്രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മമ്മിയൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം നടത്തി. NSS അംഗം ലത ബാലഗംഗാധരന്റെ വസതിയിൽ വനിതാ സമാജം ഭാരവാഹികളായ ശ്രീജ മാധവദാസ്, ശോഭന കൂടത്തിങ്കൽ, സുധ മങ്ങാട്ട്, ലത ബാലഗംഗാധരൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. കരയോഗം ഭാരവാഹികളായ രാമചന്ദ്രൻ പല്ലത്ത്, R ജയകുമാർ, അരവിന്ദൻ പല്ലത്ത്, ജ്യോതിശങ്കർ കൂടത്തിങ്കൽ, കൃഷ്ണൻ നായർ താവളത്തിൽ എന്നിവർ സംസാരിച്ചു. പാരായണം ഞായറാഴ്ച സമാപിക്കും. ചാലിശ്ശേരി പഞ്ചായത്തിലെ കോതമംഗലം കാക്കശ്ശേരി പാടശേഖരത്തിലെ കർഷകർക്കുള്ള വിത്ത് വിതരണം നടത്തി. ഇരു പാടശേഖരത്തിലുമായി 200 ഏക്കർ മുണ്ടകൻ കൃഷിയിടത്തിലേക്ക് ആവശ്യമായി വരുന്ന ഉമ ഇനത്തിൽപ്പെട്ട വിത്താണ് കൃഷിഭവൻ വഴി പഞ്ചായത്ത് സൌജന്യമായി വിതരണം ചെയ്തത്. വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി നിർവഹിച്ചു. കോതമംഗലം പാടശേഖര സമിതി പ്രസിഡന്റ് മോഹനൻ പൊന്നുള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, മെമ്പർമാരായ മോനു, സിജി സാബു തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയദർശിനി പദ്ധതി കൂടുതൽ KSRTC സർവീസുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടന്റെ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 കർമ്മ പദ്ധതികളിൽ 2 സർക്കാർ നടപ്പിലാക്കി. 3 പദ്ധതികൾ ഉടൻ നടപ്പിലാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തോമസ് ഉണ്ണിയാടൻ MLA, നഗരസഭാ ചെയർമാൻ MP ജാക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ വെച്ച് ചാവക്കാട് സ്വദേശി അകാരണമായി കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. പരാതിക്കാരനെ ദേഹോപദ്രവം ചെയ്യാനോ ഭീഷണിപ്പെടുത്താനോ വീണ്ടും ശ്രമമുണ്ടായാൽ പ്രതികൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. തെക്കൻ പാലയൂർ സ്വദേശി മുഹമ്മദ് ഷിനോദിനായാണ് പരാതി. എതിർകക്ഷിയുടെ സുഹൃത്തുക്കൾ ദേഹോപദ്രവം ഏൽപ്പിക്കാതിരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം.
കോടാലി സർക്കാർ LP സ്കൂളിൽ LSS വിജയികൾക്കുള്ള അനുമോദനവും ക്ലാസ് റൂമുകളിലെ സ്പീക്കർ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV ബിനിമോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു, പ്രധാന അധ്യാപിക VS ഷീല, MPTA പ്രസിഡന്റ് രേഖാനന്ദൻ, സീനിയർ അധ്യാപിക KP രജനി, PTA പ്രസിഡന്റ് ഫിറോസ് ഷാ എന്നിവർ സംസാരിച്ചു. KPSTA മുല്ലശ്ശേരി ഉപജില്ലാ കമ്മിറ്റി ദില്ലിയിലെ വിദ്യാർത്ഥികളുടെ സമരത്തിന് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ ട്രഷറർ ജിൽസൺ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് ബോബി ജോസ് അധ്യക്ഷനായിരുന്നു. ഉപജില്ലാ സെക്രട്ടറി ജോൺ ക്ലിന്റ്, ട്രഷറർ ടോണി ഫ്രാൻസിസ്, ജില്ലാ കൌൺസിലർമാരായ ഷാജു ഫ്രാൻസിസ്, ബെന്യാം ഡെല്ലി, ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PR പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഷോൺ പെല്ലിശ്ശേരി, ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ MO ജോൺ, ഡേവിസ് പുഴാലിപ്പറമ്പിൽ, S ഹരീഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ KS ജോൺസൺ, KK രാജൻ, നന്ദിനി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ AI അറിവുത്സവം സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വിൻസ് പോൾ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ചൊവ്വന്നൂർ വൈസ് പ്രസിഡന്റ് KR സിമി, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, കണ്ടാനശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ MV പ്രശാന്തൻ മാസ്റ്റർ, ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായി. ഫാദർ മനോജ് താണിക്കൽ തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ബാൻഡ് മേളം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഇലോയ് ചിറമൽ, ട്രസ്റ്റിമാരായ CO ജിൻഡോ, ജെയ്സൺ പോൾ, ജോസഫ് അറയ്ക്കൽ, VK വിൻസൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. LIC എംപ്ലോയീസ് യൂണിയൻ തൃശൂർ ഡിവിഷൻ സമ്മേളനത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പൊതുസമ്മേളനം മുൻ വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് P സതീഷ്, PP കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി സർവമംഗള തുടങ്ങിയവർ സംസാരിച്ചു. വടൂക്കര സന്മാർഗ ദീപം വായനശാല കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി നോവൽ പുസ്തക ചർച്ച നടത്തി. സെന്റ് തെരേസസ് കോളേജ് മുൻ അധ്യാപിക KV സെലീന ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വേദി ചെയർമാൻ ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് A രാജീവ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജീന സലീഷ്, ഷാജു കോമ്പാറക്കാരൻ, ബിന്ദു സുരേഷ്, വാർഡ് മെമ്പർമാരായ M ശ്രീകുമാർ, M വാസന്തി, പഞ്ചായത്ത് സെക്രട്ടറി CN നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2026-27 വർഷത്തെ OSA രൂപീകരിച്ചു. പ്രസിഡന്റായി കുഞ്ഞുമോൻ കരിയന്നൂരിനെയും സെക്രട്ടറി
എം.എ. ഉസ്മാനെയും വൈസ് പ്രസിഡന്റായി സുമന സുഗതനെയും ജോയിന്റ് സെക്രട്ടറിയായി കെ.ആർ. രാധികയെയും ട്രഷറർ പ്രദീപ് നമ്പീശനെയും തെരഞ്ഞെടുത്തു. രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ ആനി, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, പ്രിൻസിപ്പാൾ ഷീബ ജോസ്, ഹെഡ്മിസ്ട്രസ് ബീന സി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് MLA പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ അധ്യക്ഷത വഹിച്ചു. MLA ഗീതാ ഗോപി ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷില്ലി ജിജുമോൻ, സിജി മോഹൻദാസ്, CK കൃഷ്ണകുമാർ, NK പീതാംബരൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KP സന്ദീപ്, സലിജ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NC സതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ മദനമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് റിട്ടയേർഡ് ഹെഡ്മാസ്റ്റേഴ്സ് കൌൺസിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരവും പരിശീലനവും സംഘടിപ്പിച്ചു. ചാവക്കാട് MRR ഹൈസ്കൂളിൽ നടത്തിയ പരിശീലനത്തിന് മാധ്യമപ്രവർത്തകൻ KC ശിവദാസ് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് E. ഉഷ അധ്യക്ഷത വഹിച്ചു. വിജയികൾക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡുകളും റിട്ടയർ ചെയ്ത DDA-മാരായ K. സുമതി, AK അജിതകുമാരി എന്നിവർ വിതരണം ചെയ്തു. കോർഡിനേറ്റർ PI ലാസർ, ഭാരവാഹികളായ MF ജോയ്, PV ബാലചന്ദ്രൻ, തോംസൺ വാഴപ്പള്ളി, സ്കൂൾ ഹെഡ്മാസ്റ്റർ സുനീഷ്, K. തോമസ്, ആന്റണി ഒലക്കെങ്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസംഗ മത്സരത്തിൽ ഫാത്തിമ ഇഫ്രാൻ LF CG HSS മമ്മിയൂർ, വൈഗ PN ബദനി ഗേൾസ് ഹൈസ്കൂൾ കുന്നംകുളം, ആദിലക്ഷ്മി PS സെന്റ് തോമസ് ഹൈസ്കൂൾ ഏങ്ങണ്ടിയൂർ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹത നേടി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,285 രൂപ, പവന് 1,06,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. മേഖലയിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നത് പോലീസിന് വെല്ലുവിളിയായി മാറി. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാത്ത സംഭവത്തിൽ ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും പരിശീലനവും ബോധവൽക്കരണവും നൽകണമെന്ന് ജില്ലാ കളക്ടർ. RTOയ്ക്കാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. വാഹനത്തിൽ കടത്തുകയായിരുന്ന കാട്ടുപന്നിയുമായി 2 പേരെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. മുപ്ലിയം സ്വദേശികളായ സന്തോഷ്, ഹരിദാസ് എന്നിവരാണ് പിടിയിലായത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഭക്തർക്ക് ഇനി പ്രത്യേക സൗകര്യം. സ്ലോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സേവനം ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.